ഹായ് ഫ്രണ്ട്സ്, ആസിഡും ആൽക്കലിയും എന്ന് പറയുന്ന ഒരു SCRT ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെമ്പരത്തി പേപ്പർ പോലെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ്. ഇവ ചുവപ്പ് നീല നിറങ്ങളിലുണ്ട്. എന്താ ചെയ്യുക അവർ? അപ്പോൾ ഈ നോക്കിയേ, ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പറിൻ്റെ ഇരുവശത്തും ചെമ്പരത്തിപ്പൂ നന്നായി ഉരച്ചു പിടിപ്പിക്കുക. പേപ്പർ ഉണക്കിയ എടുത്ത ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂവിൻ്റെ അംശങ്ങൾ നീക്കം ചെയ്യുക. കത്രിക ഉപയോഗിച്ച് പേപ്പർ വീതി കുറഞ്ഞതും നീളം കൂടിയതുമായ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതിനെ ചെമ്പരത്തി പേപ്പർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് ചെയ്ത പരീക്ഷണങ്ങൾ നീൽ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ചെയ്ത് നോക്കൂ. എന്താ ചെയ്യുക? എന്താ അവിടെ ചെയ്യുന്നത്? അവിടെ നോക്ക്, ചെടിയുടെ ചിത്രം വരച്ച് വെള്ള പേപ്പർ ബോർഡിൽ ഉറപ്പിക്കൂ. തുണിയിൽ ചെമ്പരത്തി പൂക്കൾ വരച്ച് ഉരച്ച ഭാഗം കൊണ്ട് കടലാസിൽ പൂക്കൾ വരച്ച് ഭാഗം തുടയ്ക്കുക. ചിത്രത്തിൽ പൂക്കൾ പ്രത്യക്ഷമായില്ലേ? എന്താ ചെയ്ത് ഇവിടെ വിജയകരമായി മാജിക് കാണിച്ച കൂട്ടുകാരെ അത്ഭുതപ്പെടുത്തിയോ? അപ്പോൾ ഒരു പേപ്പറിൽ ചെമ്പരത്തി പൂ വരച്ച് നോക്കൂ. 1-2 തുള്ളി ചെറുനാരൻ ഈ ഭാഗത്ത് വീഴ്ത്തുക. പേപ്പറിനുണ്ടായ നിറം മാറ്റം ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ പേപ്പറിന് നിറം മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെമ്പരത്തി പേപ്പർ പോലെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പറാണ്. ഇവ ചുവപ്പ് നീല നിറങ്ങളിലുണ്ട്. ചുവപ്പ് നീല നിറങ്ങളിൽ ഈ ലിറ്റ്മസ് പേപ്പർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ, നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അമ്ലം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആസിഡുകൾ അമ്ലം അടങ്ങിയിരിക്കുന്നു. ആസിഡ് എന്ന് പറഞ്ഞ സംഗതി, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും. എല്ലാ ആസിഡുകളും പുളി രുചിയുള്ളവയാണ്. എല്ലാ ആസിഡിനും പുളി രുചിയാണ്. അമ്ലമാണിത്. നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ് ആയിരിക്കും. എല്ലാ ആസിഡുകളും പുളി രുചി ഉള്ളവയായിരിക്കും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളിൽ ശക്തി കുറഞ്ഞവയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. അപ്പോൾ ശക്തി കൂടിയ ആസിഡുകൾ ഏതൊക്കെയാണ്? അത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇവയെല്ലാം ശക്തി കൂടിയ ആസിഡുകളാണ്. അപ്പോൾ നാരങ്ങ നീര്, അതുപോലെ തന്നെ മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അമ്ലമടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്തായിരിക്കും? റെഡ് ആയിരിക്കും. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്തായിരിക്കും? അത് റെഡായിരിക്കും. ഓർത്തിരിക്കുക. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ശക്തി കുറഞ്ഞവയാണ്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവയെല്ലാം ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഇനി മോരിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മോരിലടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ സ്ഥിരം ചോദ്യമാണ്. ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. മോര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ വേറൊരു പോയിൻ്റ് കൂടി നമ്മൾ പറഞ്ഞ, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും. ആസിഡ് എന്ന് പറഞ്ഞാൽ അമ്ലമാണ്. അതിൻ്റെ രുചി എന്താണ്? പുളി രുചിയാണ്. എല്ലാ ആസിഡുകൾക്കും പുളി രുചി ആണ് ഉള്ളത്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യങ്ങൾ വരാം. നാരങ്ങനീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകളുണ്ട്, അമ്ലം അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ആസിഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും. എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണുള്ളത്. ഓർത്തിരിക്കുക. ഇനി മോര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസിറ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. ഓർത്തിരിക്കുക. ഇനി ആസിഡുകളും ലോഹങ്ങളും എന്താ പറയുന്നത്? ലോഹങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്? ആസിഡുകളിൽ ചില സവിശേഷതകളുണ്ട്, നാം പരിചയപ്പെട്ടത്. മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗം വിരൽ കൊണ്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്പം ഒരു കഷ്ണം സിങ്ക് ഇട്ട് നോക്കൂ. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൽ ഒരു സിങ്കിൻ്റെ കഷ്ണം ഇട്ടു. എന്താ ചെയ്യുന്നത്? ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗം വിരൽ കൊണ്ട് അടയ്ക്കുക. തീപ്പെട്ടി കൊള്ളി കത്തിച്ച ടെസ്റ്റ് ട്യൂബിന് മുകളിൽ പിടിച്ച് വിരൽ മാറ്റുക. എന്താ സംഭവിക്കുക? അപ്പോൾ അവിടെ ഒരു ആസിഡിൻ്റെ ഒരു ഇതുണ്ടാകുന്നുണ്ട്. ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്ന എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡ്രജൻ ബലൂൺ നിർമ്മിക്കാം. ഇങ്ങനെ നേർപ്പിച്ച ആസിഡ്, സിങ്ക്, ഇത് രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ Zn പ്ലസ് HCl ഈസ് ഈക്വൽ ടു H2 പ്ലസ് ZnCl2 എന്ന് പറയുന്ന ഇവിടെ സിങ്ക് പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ZnCl പ്ലസ് H2 എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ ആണ് ഉണ്ടാകുന്നത്.
നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടെ കത്തുകയും ചെയ്യുന്നു. അപ്പോൾ ടോ എന്ന് പറയുന്ന സൗണ്ടോടുകൂടി അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? അത് അല്ലെങ്കിൽ ആ ചെറിയ ശബ്ദത്തോടു കൂടി ഉയരുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ഹൈഡ്രജൻ എന്താണ്? കത്തുന്ന വാതകം ഏതാ? ഹൈഡ്രജൻ. കത്തുന്ന വാതകം ഏതാ? കത്തുന്ന വാതകം ഹൈഡ്രജനാണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോട് കത്തുകയും ചെയ്യുന്നു. ഓർത്തിരിക്കുക. ഇനി എന്താ പറയുന്നത്? ഹെൻറി കാവൻഡിഷ് ആരാണ്? ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. ചില ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ്. അപ്പോൾ ഹെൻറി കാവൻഡിഷാണ് ഇത് കണ്ടെത്തിയത്. ഓക്കെ, ഹെൻറി കാവൻഡിഷ് ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. അപ്പോൾ ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയർ, കണ്ടെത്തിയത് കാവൻഡിഷ്. അപ്പോൾ ഹൈഡ്രജൻ ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡിഷാണ്. ഹെൻറി കാവൻഡിഷ് എന്ന പേര് നൽകിയത് ആരാ? ലാവോസിയർ. അപ്പോൾ ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. കത്തുന്ന വാതകം ഏതാണ്? കത്തുന്ന വാതകം ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയതാണ് ഹെൻറി കാവൻഡിഷ് എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. ഓക്കെ, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി ആസിഡ് സ്വഭാവമുള്ള പല വസ്തുക്കളും നാം വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് പുളി, മോര്, വിനാഗിരി, നാരങ്ങ നീര് എന്നിവ അടങ്ങിയ ആഹാരവസ്തുക്കൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല. കാര്യം എന്താ വെച്ചാൽ അവ അതുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. ആസിഡും ലോഹവും ചേർന്നുണ്ടാകുന്ന ചില വസ്തുക്കൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓർത്തിരിക്കുക. അടുത്താണ് കാർബണേറ്റ്. എന്താ ഈ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ? മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ആസിഡുകൾ കാർബണേറ്റുമായി മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഈ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നതിന് അതിൻ്റെ അർത്ഥം. ഓക്കെ, ജലം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്തിരിക്കുക. കാർബണേറ്റ് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് ഇനി കോഴിമുട്ടയുടെ മാജിക്ക്. ബീക്കറിനുള്ളിൽ ഒരു കോഴിമുട്ട വയ്ക്കുക. ബീക്കർ നിറയെ വിനാഗിരി എടുക്കുക. കോഴിമുട്ട മുകളിലേക്ക് വന്ന ശേഷം താഴേക്ക് പോകുന്നു. ഈ പ്രവർത്തനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മുട്ടത്തോടിലെ കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. മുട്ടയുടെ ഉപരിതലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കോഴിമുട്ട ഉയരുന്നു. മുകളിലെത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മുട്ടയുടെ ഉപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാൽ കോഴിമുട്ട താഴുന്നു. അപ്പോൾ അതാണ് നമുക്കറിയാം. കാർബണേറ്റ് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്. ഇനി ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ആസിഡിൻ്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആസിഡ് ലിറ്റ്മസിൽ ചുവപ്പ് നിറമാണ്. രുചി എന്ന് പറയുന്ന സംഗതി പുളി രുചിയാണ്. ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. കാർബണേറ്റ് ഉണ്ടാക്കുമ്പോൾ CO2 ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആസിഡ് ലിറ്റ്മസിൻ്റെ നിറം എന്താണ്? റെഡാണ്, ചുവപ്പ് നിറമാണ്. രുചി എന്താണ്? പുളി രുചിയാണ്. ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാക്കുക? ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താക്കും? CO2 ഉണ്ടാക്കുന്നു. ഉറുമ്പ് കടിക്കുമ്പോൾ അല്പനേരം ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാകാൻ കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുകൊണ്ട്. ഫോർമിക് ആസിഡ് ഏതാണ്? ഉറുമ്പ് കടിക്കുമ്പോൾ ഫോർമിക് ആസിഡ്. ഓർത്തിരിക്കുക. ഇനി എന്താണ്? ചെമ്പരത്തി പേപ്പർ, ചുവന്ന ചെമ്പരത്തി പേപ്പർ നോക്കേ. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് വെള്ളം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് വെള്ളമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? കോസ്റ്റിക് സോഡയാണ്. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിക് പൊട്ടാഷാണ്. ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ലിക്കർ അമോണിയ ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ ആൽക്കലി. എന്താ ഈ ആൽക്കലി എന്ന് പറഞ്ഞാൽ? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലി എന്നറിയപ്പെടുന്നു. ഇവ കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളതാണ്. ഓക്കെ, കാരരുചിയാണ് ഇതിനുള്ള കാരരുചി. മറ്റേത് രുചിയാണ്? മറ്റേതിന് പുളിരുചിയാണുള്ളത്. ആസിഡിന് പുളിരുചി, ഇതിന് കാരരുചി. ആൽക്കലിക്ക് കാരരുചി. ഓർത്തിരിക്കുക. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിക് പൊട്ടാഷ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ, അടുത്ത എന്താ ഈ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂ, ബീട്രൂട്ട് തുടങ്ങിയ എല്ലാ സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കുന്നവയാണ്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത് ഒരു സൂചകമാണ്. അതാണ് സൂചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആസിഡാണോ ആൽക്കലിയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സൂചകങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ നിറം നോക്കൂ. നീല ലിറ്റ്മസ് പേപ്പർ, ആസിഡിലെ ചുവപ്പ്, ആൽക്കലിയിൽ നീല.
മുളക് പൊടി, ആസിഡിൽ ഇളം ചുവപ്പ്, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ, ആസിഡിൽ ചുവപ്പ്, ആൽക്കലിൻ നീല. ചെമ്പരത്തി പേപ്പർ നീലയാണെങ്കിൽ ആസിഡിൽ ചുവപ്പ്, ആൽക്കലിൻ നീല. ഓക്കെ. ഫിനോഫ്തലിൻ ആസിഡിൽ എന്താണ്? ആസിഡിൽ നിറമില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, നിറമില്ല. എന്നാൽ ആൽക്കലിൽ പിങ്ക് ആണ്. വെള്ള പേപ്പർ ആസിഡിൽ വെള്ള തന്നെയാണ്, ആൽക്കലിൻ വെള്ള തന്നെയാണ്. കരിപ്പൊടി ആസിഡിൽ കറുപ്പ് തന്നെയാണ്, ആൽക്കലിൻ കറുപ്പ് തന്നെയാണ്. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല. ഫിനോഫ്തലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഡിൽ എന്താണ്? നിറമില്ല. എന്നാൽ ആൽക്കലിൽ എന്താണ്? പിങ്ക് നിറമാണ്. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഇളം പിങ്ക്. ഓക്കെ. ആൽക്കലിൽ ഇളം മഞ്ഞ. ഓർത്തിരിക്കുക. തുള്ളി നീല, മഞ്ഞ ചുവപ്പ്. ഓക്കെ. അപ്പോൾ എന്താണ്? മീഥൈൽ ഓറഞ്ച് ആസിഡിൽ എന്താണ്? ഓക്കെ, ഇളം പിങ്ക്. ആസിഡിൽ ഇളം പിങ്ക്. ഓക്കെ. ആൽക്കലിൽ ഇളം മഞ്ഞ. ഓക്കെ. ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല. എന്നാൽ ആൽക്കലിൽ പിങ്ക്. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഇളം പിങ്ക്, മറ്റേത് മഞ്ഞ. ഈ സാർവിക സൂചകം എന്ന് പറഞ്ഞാൽ എന്താണ്? പല സൂചകങ്ങളെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം. ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രതയനുസരിച്ച് പല നിറങ്ങളിലും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. കുപ്പിക്ക് പുറത്തുള്ള കളർ ചട്ടുമായി താരതമ്യം ചെയ്താണ് ഇത് കണ്ടെത്തുന്നത്. ഓക്കെ. ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ എന്താ കിട്ടുക? ആസിഡ് പ്ലസ് ആൽക്കലി ഈസ് ഈക്വൽ ടു സോൾട്ട് പ്ലസ് വാട്ടർ, അല്ലേ? ഇത് ലബോറട്ടറിയിൽ നമുക്ക് എന്താ കിട്ടുക? ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ എന്താണ് സംഭവിക്കുക? നിർവീകരണം. ലവണം പ്ലസ് സാൾട്ട് പ്ലസ് ജലം. ഓക്കെ. അപ്പോൾ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിൻ്റെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാകുന്നു. അതായത് എന്താണ്? ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിർവിരീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അവിടെ ആസിഡും ആൽക്കലിയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളവും ലവണവുമാണ് കിട്ടുക. ഓർത്തിരിക്കുക. ഓക്കെ. ഇനി പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ആരാണ് പി എച്ച് കണ്ടെത്തിയത്? പി എച്ച് എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ അത് കണ്ടെത്തിയത് സൊറൻസനാണ്. ഓക്കെ. അതിൻ്റെ വാല്യൂ 1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ 14 വരെയാണ്. 7 താഴെ. ഓക്കെ. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ പി എച്ച് പേപ്പർ ഉപയോഗിക്കുന്നു. പി എച്ചിൻ്റെ മൂല്യം 7 എന്നത് നിർവീര്യ വസ്തുവിൻ്റെ സൂചിപ്പിക്കുന്നു. അതായത് ആസിഡോ ആൽക്കലിയോ അല്ല എന്നർത്ഥം. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം 7ആണ്. പി എച്ച് മൂല്യം 7 മുകളിലാണെങ്കിൽ അത് ആൽക്കലി സ്വഭാവം, 7 താഴെയാണെങ്കിൽ അത് ആസിഡുമായിരിക്കും. 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും. പി എച്ച് മൂല്യം അടയാളപ്പെടുത്തിയ ചാർട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പി എച്ചിൻ്റെ വാല്യൂ 7 താഴെയാണെങ്കിൽ അത് ആസിഡും, 7 മുകളിലാണെങ്കിൽ 7 മുതൽ 14 ആണെങ്കിൽ അത് ആൽക്കലിയുമായിരിക്കും. ഓർത്തിരിക്കുക. അപ്പോൾ പി എച്ച് മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവമാവും, 7 താഴെയാണെങ്കിൽ അത് ആസിഡ് സ്വഭാവമായിരിക്കും. ഓർത്തിരിക്കുക. അപ്പോൾ അത് കണ്ടെത്തിയതാണ് സൊറൻസനാണ്. ഓക്കെ. ഇനി നമ്മുടെ മനുഷ്യൻ്റെ രക്തത്തിൻ്റെ പി എച്ച് 7.4 മനുഷ്യൻ്റെ ഇതിൻ്റെ പി എച്ച്. ഓക്കെ. ഭക്ഷണപദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ നമുക്കറിയാം നമ്മുടെ വയറിലെ HCl എന്ന് പറയുന്നൊരു ആസിഡ് ഉണ്ട്. അതാണ് നമ്മൾ ദഹിപ്പിക്കുക. അപ്പോൾ ശരിയായ രീതിയിൽ ആഹാരം കഴിക്കുക. ഓക്കെ. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക എന്നിവ ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്നു. ഇതാണ് ആസിഡിറ്റിക്ക് കാരണമാകുന്നത്. ഇത് പരിഹരിക്കാൻ ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാണ് ആൻറ്റാസിഡ് എന്ന് പറയുന്നത്. ആൻറ്റാസിഡ്. ഓക്കെ. ഇനി നോക്കിയേ, എവിടെയാണ് നമ്മൾ വിനാഗിരി ഉപയോഗിക്കുക? വിനാഗിരി അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളും വിനാഗിരി ഉപയോഗിക്കുന്നു. അച്ചാറിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കൂടാതിരിക്കാൻ നമ്മൾ അച്ചാറിലിടാവുന്ന ഏതാണ്? വിനാഗിരിയാണ്. അപ്പോൾ സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ സിട്രിക് ആസിഡ് ഉണ്ട്. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയിൽ ഏതാണ്? നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി, സൾഫ്യൂരിക് ആസിഡാണ്. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ടാനിക് ആസിഡ്. ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓർത്തിരിക്കുക, പഠിക്കുക. വിനാഗിരി അച്ചാറുകളും മറ്റു ഭക്ഷ്യവസ്തുക്കളും. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ ഇരിക്കാൻ സിട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എവിടെയാണ്? രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയ നൈട്രിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി ഉപയോഗിക്കുന്നു. ഓർത്തിരിക്കുക. ഇനി ആൽക്കലി. സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് കോസ്റ്റിക് സോഡ. സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡ വേണം. വെളിച്ചെണ്ണ വേണം. ദെൻ സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, അതായത് ടാൽക്കൻ പൗഡർ. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ മതി. സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡ ലയിപ്പിക്കുക. കോസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ താപം പുറത്തുവിടും. ഈ ലൈൻ തണുക്കുമ്പോൾ 3-4 മണിക്കൂർ സമയമെടുക്കും. തണുത്ത ശേഷം ഈ ലൈനി സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ എടുത്തു വെച്ച് വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർക്കുക. സോഡിയം സിലിക്കേറ്റും ടങ്സ്റ്റണും ചേർക്കുക. സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടുന്നതിനാണ് ഈ മിശ്രിതം കട്ടിയാവുന്നതുവരെ നന്നായി ഇളക്കണം. അങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് ആസിഡും ആൽക്കലി എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ ആസിഡും ആൽക്കലിയും എന്നിവയുടെ സവിശേഷതകൾ കണ്ടെത്തി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ആസിഡ്, ആൽക്കലി എന്നിവയെ തിരിച്ചറിയാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ സൂചകങ്ങളെക്കുറിച്ച് നോക്കി. അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു CIT ചാപ്റ്ററുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.